വെൽക്കം ടു SJ അക്കാഡമി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി, വില്യം വൂണ്ട്. ഫാദർ ഓഫ് സൈക്കോളജി, മനഃശാസ്ത്രത്തിന്റെ പിതാവ്, വില്യം വൂണ്ട്. ഘടനാവാദം, വില്യം വൂണ്ട്. ധർമ്മവാദം, വില്യം ജെയിംസ്. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി, വില്യം ജെയിംസ്. സമഗ്രതാവാദം, മാക്സ് വെർത്തീമർ. വ്യവഹാരവാദം, JB വാട്സൺ. മനോവിശ്ലേഷണ സിദ്ധാന്തം, സിഗ്മണ്ട് ഫ്രോയിഡ്. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ്, സിഗ്മണ്ട് ഫ്രോയിഡ്. മാനവികതാവാദം, കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ. ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ പിതാവ്, ജീൻ പിയാഷെ. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിതാവ്, വൈഗോട്സ്കി. നെക്സ്റ്റ് നമുക്ക് ക്ലാസ് 1 റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ തിയറി പഠിക്കുന്നതോട് കൂടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധമില്ലാത്ത ആശയം. ഓപ്ഷൻ എ മനോവിശ്ലേഷണം, ഓപ്ഷൻ ബി അനുബന്ധനം, ഓപ്ഷൻ സി സ്വപ്ന വ്യാഖ്യാനം, ഓപ്ഷൻ ഡി പ്രതിരോധ തന്ത്രങ്ങൾ. ഇതിലെ ഓപ്ഷൻ എ മനോവിശ്ലേഷണം, അതായത് എന്താണ്, സൈക്കോ അനാലിസിസ് ആണ്. അത് സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് റിലേറ്റഡ് ആണ്. ഓപ്ഷൻ ബി അനുബന്ധനം, അതെന്താണ്, കണ്ടീഷനിങ് ആണ്, അതവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ സി സ്വപ്ന വ്യാഖ്യാനം, അതെന്താണ്, ഫ്രോയിഡിന്റെ ബുക്കാണ്. ഓപ്ഷൻ ഡി പ്രതിരോധ തന്ത്രങ്ങൾ, അതായത് ഡിഫൻസ് മെക്കാനിസം, അതും സിഗ്മണ്ട് ഫ്രോയിഡായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ ആൻസർ ഏതാണ്, ബി ആണ്, അനുബന്ധനം. ഇനി സെക്കൻഡ് വൺ, ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ BF സ്കിന്നർ, ഓപ്ഷൻ ബി IP പൗലോ, ഓപ്ഷൻ സി ജീൻ പിയാഷെ, ഓപ്ഷൻ ഡി വില്യം ജെയിംസ്. ആൻസർ ഇസ് സി, ജീൻ പിയാഷെ. തേർഡ് വൺ, ബസ്സിൽ യാത്ര ചെയ്ത ദിനേശനെ തൊട്ടടുത്ത സീറ്റിൽ നിന്നും ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി. അത് മറ്റാരും കാണാതെ പെട്ടെന്നു തന്നെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ഈ പ്രവൃത്തി സിഗ്മണ്ട് ഫ്രോയിഡ് മുന്നോട്ട് വെച്ച ഏത് ആശയവുമായി ബന്ധപ്പെടുന്നു? ഓപ്ഷൻ എ അഹം, ഈഗോ. ഓപ്ഷൻ ബി ഇത്. ഓപ്ഷൻ സി അത്യഹം, സൂപ്പർ ഈഗോ. ഓപ്ഷൻ ഡി അബോധ മനസ്സ്, അൺകോൺഷ്യസ്. ഇതിലെ ആൻസർ ഓപ്ഷൻ എ ആണ്, അഹം, ഈഗോ. ഇനി ഫോർത്ത് വൺ, ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത. ഈ കാഴ്ചപ്പാട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ മാനവികതാവാദം, ഓപ്ഷൻ ബി വ്യവഹാരവാദം, ഓപ്ഷൻ സി സമഗ്രതാവാദം, ഓപ്ഷൻ ഡി ജ്ഞാനനിർമ്മിതിവാദം. ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്, ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത. അപ്പൊ ഏതാണ് ആൻസർ? സി, സമഗ്രതാവാദമാണ്. ഫിഫ്ത് വൺ, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ പിതാവാര്? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ വില്യം വൂണ്ട്, ഓപ്ഷൻ ബി സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ സി കാൾ ജി യുങ്, ഓപ്ഷൻ ഡി വില്യം ജെയിംസ്. ആൻസർ ഈസ് ബി, സിഗ്മണ്ട് ഫ്രോയിഡ്. സിക്സ്ത് വൺ, ഒരു ഡസൻ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് വിട്ടുതരിക, ഞാൻ അവരെ വിദഗ്ധരായി വളർത്തിക്കൊണ്ടുവരാം. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ഗാർട്ടൻ, ഓപ്ഷൻ ബി വാട്സൺ, ഓപ്ഷൻ സി റൂസോ, ഓപ്ഷൻ ഡി പൗലോ. ആൻസർ ഈസ് ബി, വാട്സൺ. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ക്ലാസ് 1 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സെവൻത് വൺ, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൽ പ്രസക്തമായ ഗവേഷണങ്ങൾ നടത്തിയ വ്യക്തി? ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ജീൻ പിയാഷെ, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി ജെറോം എസ് ബ്രൂണർ, ഓപ്ഷൻ ഡി ഡേവിഡ് ഔസ്ബെൽ. ആൻസർ ഈസ് ബി ആണ്, വൈഗോട്സ്കി ആണ്. എയ്ത്ത് വൺ, മിക്ക അധ്യാപകരും വൈകി വരുന്നവരെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നു. എന്നാൽ എന്നും വൈകി വരുന്ന സനീഷിനെ ഷാരി ടീച്ചർ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നതിന് പകരം അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലാസ്സിൽ കയറ്റി. അധ്യാപികയുടെ ഈ പ്രവൃത്തി ഏത് മനഃശാസ്ത്രജ്ഞന്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അബ്രഹാം മാസ്ലോ, ഓപ്ഷൻ ബി കാൾ റോജേഴ്സ്, ഓപ്ഷൻ സി വൈഗോട്സ്കി, ഓപ്ഷൻ ഡി ജെറോം എസ് ബ്രൂണർ. ആൻസർ ഈസ് എ, അബ്രഹാം മാസ്ലോ. നയൻത് വൺ, ആശയങ്ങൾ സ്വായത്തമാക്കലാണ് പഠനം. പഠനത്തിന്റെ അടിസ്ഥാനം ആശയ രൂപീകരണമാണ്. പഠനം ഒരു സാമൂഹിക പ്രക്രിയയാണ് എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ജീൻ പിയാഷെ, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി നോം ചോംസ്കി, ഓപ്ഷൻ ഡി ജെറോം എസ് ബ്രൂണർ. ആൻസർ ഇസ് ഡി, ജെറോം എസ് ബ്രൂണർ.
10th വൺ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തമായ മനസ്സിന്റെ ഘടന സങ്കല്പങ്ങളിൽ സൂപ്പർ ഈഗോ ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ സുഖതത്വം, ഓപ്ഷൻ ബി സന്മാർഗിക തത്വം, ഓപ്ഷൻ സി യാഥാർത്ഥ്യബോധ തത്വം, ഓപ്ഷൻ ഡി പ്രചോദന തത്വം. സുഖതത്വം ഏതാണ്? ഇതാണ്. സന്മാർഗിക തത്വം ഏതാണ്? സൂപ്പർ ഈഗോ. യാഥാർത്ഥ്യബോധ തത്വം ഏതാണ്? ഈഗോ ആണ്. അപ്പൊ ആൻസർ ഈസ് ബി ആണ്, സന്മാർഗിക തത്വം. 11th വൺ, ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ സുഖതത്വം, ഓപ്ഷൻ ബി യാഥാർത്ഥ്യബോധ തത്വം, ഓപ്ഷൻ സി സാൻമാർഗിക തത്വം, ഓപ്ഷൻ ഡി അസ്വാഭാവിക തത്വം. രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സൂപ്പർ ഈഗോ ആണ്, ഒന്ന് ഇതാണെന്നുള്ളൂ. ആൻസർ ഈസ് എ ആണ്, സുഖതത്വം. 12th വൺ, വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ഓപ്ഷൻ എ ജീൻ പിയാഷെ, ഓപ്ഷൻ ബി എബ്രാഹാം മാസ്ലോ, ഓപ്ഷൻ സി വില്യം ജെയിംസ്, ഓപ്ഷൻ ഡി റോബർട്ട് ഗാഗ്നെ. ആൻസർ ഈസ് എ ജീൻ പിയാഷെ. 13th വൺ, താഴെ പറയുന്നവരിൽ സമഗ്രവാദ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ആരെ? ഓപ്ഷൻ എ ബി എഫ് സ്കിന്നർ, ഓപ്ഷൻ ബി മാക്സ് വെർത്തീമർ, ഓപ്ഷൻ സി കോഹ്ലർ, ഓപ്ഷൻ ഡി കോഫ്ക. ആൻസർ ഈസ് എ ആണ്, ബി എഫ് സ്കിന്നർ ആണ്. സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടവര് മാക്സ് വെർത്തീമർ, കോഹ്ലർ, കോഫ്ക. ഇങ്ങനെ 3 എണ്ണം ഒരുമിച്ച് പഠിച്ചാൽ മതി. അപ്പോ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും. 14th വൺ, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നതിൽ മനസ്സിന്റെ സൈക്കോ ഡൈനാമിക്സ് ഊന്നൽ നൽകുന്ന സിദ്ധാന്തം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സൈക്കോ സോഷ്യൽ തിയറി, ഓപ്ഷൻ ബി സൈക്കോ ഡൈനാമിക് തിയറി, ഓപ്ഷൻ സി സൈക്കോ അനലിറ്റിക് തിയറി, ഓപ്ഷൻ ഡി ട്രേഡ് തിയറി. ആൻസർ ഇസ് സി ആണ്, സൈക്കോ അനലിറ്റിക് തിയറി. 15th വൺ, പ്രബലനത്തിന് ഊന്നൽ നൽകുന്ന പഠന സിദ്ധാന്തമാണ്? ഓപ്ഷൻ എ സാമൂഹിക വൈജ്ഞാനിക സിദ്ധാന്തം, ഓപ്ഷൻ ബി വൈജ്ഞാനിക നിർമ്മിതി സിദ്ധാന്തം, ഓപ്ഷൻ സി വൈജ്ഞാനിക സിദ്ധാന്തം, ഓപ്ഷൻ ഡി വ്യവഹാരവാദ സിദ്ധാന്തം. ആൻസർ ഈസ് ഡി, വ്യവഹാരവാദ സിദ്ധാന്തമാണ്. 16th വൺ, രക്ഷിതാക്കളുടെ പ്രബലനത്തോടുള്ള പ്രതികരണമായി കുട്ടികൾ ഉചിതമായ ശബ്ദവും രൂപവും ആർജിക്കുന്നു. ഏതു ഭാഷാ വികാസ സിദ്ധാന്തമാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ വ്യവഹാരവാദം, ഓപ്ഷൻ ബി ജ്ഞാനനിർമ്മിതിവാദം, ഓപ്ഷൻ സി സമഗ്രതാവാദം, ഓപ്ഷൻ ഡി മാനവികതാവാദം. ആൻസർ ഈസ് എ ആണ്, വ്യവഹാരവാദം. 17th വൺ, ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏത് വ്യക്തിത്വ ഘടനയാണ് സന്തോഷ തത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ സൂപ്പർ ഈഗോ, ഓപ്ഷൻ ബി ഈഗോ, ഓപ്ഷൻ സി ഇത്, ഓപ്ഷൻ ഡി ലിബിഡോ. ആൻസർ ഇസ് സി ആണ്, ഇത്. 18th വൺ, ചെടിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനായി അരുൺ ചെടികളെ നിരീക്ഷിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ കാണപ്പെട്ട ഇല, കാണ്ഡം എന്നിവ അരുൺ കണ്ടെത്തി. ഇത് കണ്ടുനിന്ന ഗോപു ചെടിയുടെ മറ്റു ഭാഗങ്ങൾ ഏതെല്ലാമെന്ന് മറ്റൊരു ചെടി കാണിച്ച് കൊണ്ട് പറഞ്ഞുകൊടുത്തു. ഇത്തരം അനുഭവങ്ങളാണ് കുട്ടിക്ക് നൽകേണ്ടതെന്ന് നിർദ്ദേശിച്ചത്? ഓപ്ഷൻ എ ബ്രൂണർ, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി ചോംസ്കി. ആൻസർ ഇസ് ബി ആണ്, വൈഗോട്സ്കി ആണ്. 19th വൺ, ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലൂന്നിയ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോൾ? ഓപ്ഷൻ എ ആവർത്തിച്ച് പഠിക്കുമ്പോൾ, ഓപ്ഷൻ ബി പ്രശ്ന പരിഹരണത്തിലൂടെ, ഓപ്ഷൻ സി ശ്രമ പരാജയ രീതിയിലൂടെ, ഓപ്ഷൻ ഡി അനുബന്ധന രീതിയിലൂടെ. ആൻസർ ഈസ് ബി, പ്രശ്ന പരിഹരണത്തിലൂടെ. 20th വൺ, ചിന്തയും അതിന്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാകുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രൂപപ്പെടുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന വൈഗോട്സ്കിയൻ സമീപനത്തെ പറയുന്ന പേര്? ഓപ്ഷൻ എ വ്യവഹാര സമീപനം, ഓപ്ഷൻ ബി സാമൂഹിക ജ്ഞാന നിർമ്മിതി സമീപനം, ഓപ്ഷൻ സി മാനവികതാ സമീപനം, ഓപ്ഷൻ ഡി പാരിസ്ഥിതിക സമീപനം. ആൻസർ ഇസ് ബി ആണ്, സാമൂഹിക ജ്ഞാന നിർമ്മിതി സമീപനം. 21st വൺ, ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത്? ഓപ്ഷൻ എ ചേഷ്ടാവാദം, ഓപ്ഷൻ ബി ജ്ഞാതൃവാദം, ഓപ്ഷൻ സി ജ്ഞാന നിർമ്മിതിവാദം, ഓപ്ഷൻ ഡി മാനവികവാദം. ആൻസർ ഈസ് എ ആണ്, ചേഷ്ടാവാദം. ചേഷ്ടാവാദം എന്താണ്? ബിഹേവിയറിസ് ആണ്, വ്യവഹാരവാദം. 22
പഠനത്തിൽ ചോദകങ്ങളുടെയും പ്രതികരണങ്ങളുടെയും പങ്കിനെ ഊന്നൽ നൽകിയ മനഃശാസ്ത്രജ്ഞനാണ് ഓപ്ഷൻ എ കേർട്ട് ലെവിൻ, ഓപ്ഷൻ ബി ജെറോം എസ് ബ്രൂണർ, ഓപ്ഷൻ സി JB വാട്സൺ, ഓപ്ഷൻ ഡി ജീൻ പിയാഷെ. ആൻസർ സി ആണ്, JB വാട്സൺ ആണ്. 23rd വൺ, മുഴുവൻ ആയതിൽ നിന്നും ഘടകങ്ങളിലേക്ക് എന്ന ബോധന സിദ്ധാന്തം രൂപപ്പെട്ടത് ഏത് മനഃശാസ്ത്ര നിയമത്തിൽ നിന്നുമാണ്? ഓപ്ഷൻ എ ഗസ്റ്റാൾട്ട് സൈക്കോളജി, ഓപ്ഷൻ ബി നിർമ്മിതിവാദം, ഓപ്ഷൻ സി ചേഷ്ടാവാദം, ഓപ്ഷൻ ഡി സാമൂഹ്യ മനഃശാസ്ത്രം. ആൻസർ ഇസ് എ ആണ്, ഗസ്റ്റാൾട്ട് സൈക്കോളജി. 24th വൺ, വ്യക്തിത്വ വികസനത്തിന്റെ സൈക്കോ അനാലിസിസ് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ വൈഗോട്സ്കി, ഓപ്ഷൻ ബി ഡാനിയൽ ഗോൾമാൻ, ഓപ്ഷൻ സി സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ ഡി JB വാട്സൺ. ആൻസർ ഇസ് സി, സിഗ്മണ്ട് ഫ്രോയിഡ്. 25th വൺ, ഘടനാവാദ മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ വില്യം വൂണ്ട്, ഓപ്ഷൻ ബി വില്യം ജെയിംസ്, ഓപ്ഷൻ സി JD വാട്സൺ, ഓപ്ഷൻ ഡി EL തോണ്ടേക്ക്. ആൻസർ ഇസ് എ ആണ്, വില്യം വൂണ്ട് ആണ്. 26th വൺ, മനഃശാസ്ത്രത്തിലെ രണ്ടാം തരംഗമായി വിശേഷിപ്പിക്കുന്നത് ഇതിനെയാണ്? ഓപ്ഷൻ എ സൈക്കോ അനാലിസിസ്, ഓപ്ഷൻ ബി ഹ്യൂമനിസം, ഓപ്ഷൻ സി ലേണിംഗ്, ഓപ്ഷൻ ഡി ഗസ്റ്റാൾട്ട്. ആൻസർ ഇസ് ബി ആണ്, ഹ്യൂമനിസം. അപ്പൊ ഇത്രയും 26 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രീവിയസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.